രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിൻ്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വമ്പിച്ച പരേഡിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ബുധനാഴ്ച ബീജിംഗിൻ്റെ ഏറ്റവും നൂതനമായ ചില മിസൈൽ സംവിധാനങ്ങൾ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ചൈനയുടെ സൈനിക ശക്തി പ്രദർശിപ്പിച്ചു. ആദ്യമായി ചൈന ഡോങ്ഫെങ് 61, ഡോങ്ഫെങ് 31BJ എന്നീ ആണവായുധ വാഹക ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിച്ചു. ബീജിംഗിൻ്റെ തന്ത്രപരമായ ആയുധശേഖരം വളർന്നു വരികയും പടിഞ്ഞാറൻ പ്രദേശം മുഴുവൻ ഉൾക്കൊള്ളാൻ പ്രാപ്തമാവുകയും ചെയ്തുകൊണ്ടിരിക്കെ പാശ്ചാത്യ ലോകത്തിന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഷിയുടെ ശക്തമായ പരേഡ് അവസാനിച്ചത്. സൈന്യം YJ-15, YJ-17, YJ-19, YJ-20 എന്നിവയുൾപ്പെടെ YJ സീരീസ് ഹൈപ്പർസോണിക് മിസൈലുകളും പുറത്തിറക്കി. യങ്ജി അല്ലെങ്കിൽ കഴുകന്റെ ആക്രമണം എന്നറിയപ്പെടുന്ന ഈ മിസൈലുകൾ കപ്പലുകളിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയും. കൂടാതെ വലിയ ശത്രു കപ്പലുകളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയുമാണ്. പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവ് കാരണം ഹൈപ്പർസോണിക് ആയുധങ്ങളിൽ ചൈനയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്ക് YJ സിസ്റ്റങ്ങൾ അടിവരയിടുന്നുവെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. സാങ്കേതികവിദ്യ ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നു. ചൈനയിലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരേഡായ ഈ പരേഡ് 80,000-ഓളം പ്രാവുകളെ ആകാശത്തേക്ക് പറത്തിവിട്ടതോടെയാണ് അവസാനിച്ചത്. റഷ്യയുടെ വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നും ചേർന്ന് പുതിയ ആഗോള ക്രമത്തെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കാൻ ഷി ജിൻപിങ് ഈ അവസരം ഉപയോഗിച്ചു. ചൈന ചരിത്രത്തിന്റെ ശരിയായ വശത്ത് ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. വർത്തമാനകാല സംഘർഷങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇന്ന് മനുഷ്യരാശി സമാധാനമാണോ യുദ്ധമാണോ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ദീർഘകാല വാതക കരാർ ഉറപ്പിക്കാൻ പുടിനും ഷിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം നോർത്ത് കൊറിയയിലെ മിസൈൽ ലാബ് സന്ദർശിച്ച ശേഷം കിം ജോങ് ഉൻ കവചിത ട്രെയിനിൽ ബീജിംഗിലെത്തി. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച സൈനിക കരാറുകളെ തുടർന്ന് ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നിവയ്ക്കിടയിൽ ത്രികക്ഷി പ്രതിരോധ സഹകരണത്തിനുള്ള സാധ്യതകൾ വിശകലന വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ചൈനയുടെ പരേഡ് എന്തുകൊണ്ടാണ് അമേരിക്കയും പാശ്ചാത്യ ലോകത്തെയും ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? അവരുടെ മിസൈൽ സംവിധാനങ്ങൾ, മിസൈൽ ശേഷികൾ കൊണ്ട് തന്നെയാണ്. വെള്ളത്തിനടിയിലൂടെയുള്ള ഡ്രോണുകൾ, റോബോട്ട് ചെന്നായ്ക്കൾ, അങ്ങനെ പലതും. ചൈനയുടെ സൈനിക പരേഡിലെ ഹൈടെക് ആയുധങ്ങൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വിശദീകരിക്കുന്നു. ഒരുപക്ഷെ ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക പരേഡായിരുന്നു. അവരുടെ പ്രൗഢിക്കും പ്രശസ്തിക്കും അനുസൃതമായ പരേഡ് തന്നെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ബീജിംഗ് തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. ഹൈപ്പർസോണിക് മിസൈലുകൾ, ആളില്ലാ ഡ്രോണുകൾ, സജ്ജീകരിച്ച ടാങ്കുകൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് US-ന് ഒരു സന്ദേശം നൽകുന്നതായിരുന്നു. ചൈനയിലെ ഏറ്റവും മഹത്തായ ദിവസമായിരുന്നു സെപ്റ്റംബർ 3. രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിൻ്റെ 80 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്ന ഈ ഏഷ്യൻ ഭീമൻ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക പരേഡ് നടത്തി. അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ഡ്രാഗൺ ഉയർന്നു വരുന്നു എന്ന സന്ദേശം ലോകത്തിന് നൽകി. അതും മികച്ച മാരകമായ ആയുധങ്ങളുടെ ഒരു പ്രദർശനത്തോടെ. വിവിധ ലോക നേതാക്കൾ ഉൾപ്പെടെ 50,000-ത്തിലധികം കാണികൾ മധ്യ ബീജിംഗിലെ ടിയാൻമെൻ സ്ക്വയറിൽ ഈ ഏറ്റവും വലിയ പരേഡ് കാണാൻ, സൈനിക ശക്തിയുടെ പ്രകടനം കാണാൻ ഒത്തുകൂടി. ലോകവും ചൈനയും വളരെ കാലമായി ഈ വലിയ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. 10,000 സൈനികരുടെ ലോക്ക് സ്റ്റെപ്പ് മാർച്ചിനെ, 80,000 പ്രാവുകളുടെ പറത്തിവിടലിനെ, 80,000 ബഹുവർണ്ണ ബലൂണുകളെ 80-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, ഇങ്ങനെ എല്ലാം ചേർത്ത് മഹത്തായ ഒരു പരേഡ് ആഘോഷിക്കുമ്പോൾ നിരവധി റിഹേഴ്സലുകൾ ഉണ്ടായിരുന്നു. കർശനമായ സുരക്ഷാ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. പുകയോ മൂടൽമഞ്ഞോ ആകാശത്ത് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ബുധനാഴ്ച രാവിലെ പാചകം ചെയ്യുന്നത് പോലും വിലക്കിയിരുന്നു. പകരം അവർക്ക് വേവിച്ച മുട്ടകളും ചായയും ബ്രെഡ് റോളുകളും എരിവുള്ള അച്ചാറുകളും ഒക്കെ അടങ്ങുന്ന പ്രഭാത ഭക്ഷണ പാക്കറ്റുകൾ ഗവൺമെന്റ് വിതരണം ചെയ്തു. പരേഡ് ആരംഭിക്കുന്നതിന് മുമ്പ് മാവോ സ്യൂട്ട് ധരിച്ച ചൈനീസ് പ്രസിഡന്റ് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: ചൈനയെ ആർക്കും തടയാനാകില്ല, ചൈനയെ ഭീഷണിപ്പെടുത്തുന്നവരെ ഭയപ്പെടില്ല. അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ആ ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ.
ചൈനയുടെ സൈനിക പരേഡിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്ന് ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ICBMന്റെ പുതിയ വകഭേദമായ ഡോങ്ഫെങ് 5 DF-5C ആയിരുന്നു. 3 മുതൽ 4 മെഗാ ടൺ വരെ TNT സ്ഫോടന ശേഷിയുള്ള ഒരു ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിവുള്ള മിസൈലിന് ഹിറോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ ഏകദേശം 200 മടങ്ങ് ശക്തിക്ക് തുല്യമായ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു. കൂടാതെ മിസൈലിന് 13,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട്. ഇത് അമേരിക്കൻ ഐക്യനാടുകളെയും പടിഞ്ഞാറൻ യൂറോപ്പിനെയും എളുപ്പത്തിൽ അതിൻ്റെ പ്രഹരപരിധിക്കുള്ളിലാക്കുന്നു. 10ഓളം റീ എൻട്രി വാർഹെഡുകൾ വരെ വഹിക്കാനുള്ള ശേഷിയുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചൈനയുടെ ഭൂഖണ്ഡാന്തര ആണവശേഷി സ്ഥാപിക്കുന്നതിൽ DF-5 നിർണായകമാണെന്ന് മുൻ PLA ഇൻസ്ട്രക്ടർ സോങ് പിങ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിനോട് പറഞ്ഞിരുന്നു. DF-5 ഇല്ലായിരുന്നെങ്കിൽ വിശ്വസനീയമായ ഭൂഖണ്ഡാന്തര ആക്രമണശേഷിയുള്ള ഒരു രാജ്യമായി ചൈനയെ കണക്കാക്കില്ലായിരുന്നു. ഒരു ആണവശക്തിയായി ചൈന ഉയർന്നു വരുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിച്ചു. ചൈനയെ ഗൗരവമായി കാണണമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചതായി അദ്ദേഹം പറയുന്നു. ചൈന തങ്ങളുടെ ആയുധപ്പുരയിലേക്ക് മറ്റൊരു ഭൂഖണ്ഡാന്തര മിസൈൽ കൂടി ചേർത്തു. അതിന് DF-61 എന്ന പേര് നൽകി. 8 ചക്രങ്ങളുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ആ കൂറ്റൻ മിസൈൽ പരേഡിലേക്ക് പതിയെ നീങ്ങി വിശകലന വിദഗ്ധരെ അമ്പരപ്പിച്ചു. നിലവിൽ സർവീസിലുള്ള DF-41 ശേഷം ചൈനയുടെ ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാന്തര മിസൈലാണ് DF-61 എന്ന് വിശ്വസിക്കപ്പെടുന്നു. PLA റോക്കറ്റ് ഫോഴ്സിൻ്റെ ദീർഘദൂര മിസൈൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. DF-41 ഇതിനകം 14,000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇന്റർനാഷണൽ അസസ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി സെന്റർ തിങ്ക് ടാങ്കിലെ സീനിയർ ഫെലോ ആയ റിക് ഫിഷർ വാഷിംഗ്ടൺ ടൈംസിനോട് പറഞ്ഞു, ചിലപ്പോൾ DF-45 അല്ലെങ്കിൽ DF-51 എന്ന് വിളിക്കപ്പെടുന്ന ഇത് DF-41 മറികടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പുതിയ മിസൈലിന്റെ ഏകദേശ പരിധി 11,999 മുതൽ 15,000 കിലോമീറ്റർ വരെ ആയിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മറ്റൊരു മിസൈലാണ് ഗുവാങ് കില്ലർ മിസൈൽ. ചൈനയുടെ PLO റോക്കറ്റ് ഫോഴ്സ് പുതിയ DF-26D പുറത്തിറക്കി. ഇത് DF-26 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ ഒരു വകഭേദമാണ്. ഗുവാങ് കില്ലർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഗുവാമിലെ വിദൂര US സൈനിക ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മേഖലയിലെ ചൈനീസ് ഭീഷണിക്കെതിരായ ഏതൊരു US സൈനിക പ്രതികരണത്തിൻ്റെയും പ്രധാന കേന്ദ്രം ഗുവാമാണ് എന്ന് അവർ പറയുന്നു. DF-26D ഏകദേശം 5,000 കിലോമീറ്റർ ദൂരപരിധിയുള്ളതും ആണവ പരമ്പരാഗത പോർമുനകൾ വഹിക്കാൻ കഴിവുള്ളതുമാണ്. നാവിഗേഷൻ, ഇലക്ട്രോണിക് വാർഫെയർ, പ്രതിരോധ സംവിധാനങ്ങൾ, തടസ്സങ്ങൾ ഒഴിവാക്കാൻ ജാമിംഗ് സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഈ മിസൈലിനെ പ്രത്യേകിച്ച് ശക്തമാക്കുന്നത്. ഈ നവീകരണങ്ങൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പ്രതിരോധ സംവിധാനങ്ങളായ പാട്രിയോട്ട്, THAAD, ഏഗീസ് എന്നീ ആയുധങ്ങളെ മറികടക്കാനുള്ള അതിൻ്റെ കൃത്യതയും ശേഷിയും വർദ്ധിപ്പിക്കുന്നു. നേരത്തെ US വിശകലന വിദഗ്ധർ DF-26D മിസൈലിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ പുതിയ ചൈനീസ് സംവിധാനം സുപ്രധാന ഇൻഡോ പസഫിക് മേഖലകളിലേക്കുള്ള അമേരിക്കൻ പവർ പ്രൊജക്ഷനെ ഗണ്യമായി ഇല്ലാതാക്കുന്നു. വിമാനവാഹിനി കപ്പലുകളെ കൂടുതൽ ശക്തമായി ഭീഷണിപ്പെടുത്തുന്നതിലൂടെ DF-26D US നാവികസേനയെ സ്റ്റാൻഡ് ഓഫ് പരിധികൾക്കപ്പുറത്തേക്ക് പോരാടാൻ പദ്ധതിയിടാൻ നിർബന്ധിതരാക്കുന്നു. ചൈന അവരുടെ YJ-17 കപ്പൽവേധ മിസൈലും പ്രദർശിപ്പിച്ചു. പരേഡിന് മുമ്പ് തന്നെ ചൈനയുടെ കപ്പൽവേധ മിസൈലുകളെക്കുറിച്ച് ധാരാളം ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. അവയെ YJ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. ബീജിംഗ് നിരാശപ്പെടുത്തിയില്ല. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനം ഘടിപ്പിച്ച മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ YJ-17 മിസൈൽ അതിൽ പ്രദർശിപ്പിച്ചിരുന്നു. കടലിൽ വിക്ഷേപിക്കുന്നതിനായി ആദ്യം രൂപകൽപ്പന ചെയ്ത ഈ വകഭേദം ശത്രു പ്രദേശങ്ങൾക്കുള്ളിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിനായി ബോംബർ വിമാനങ്ങളിൽ നിന്ന് വിന്യസിക്കാമെന്നും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ശത്രു വ്യോമ പ്രതിരോധ മേഖലകൾക്ക് പുറത്തുള്ള വിമാനങ്ങളിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാനും ഇന്റർസെപ്റ്ററുകളിൽ തുളച്ചു കയറാനും വേഗത്തിൽ താവളങ്ങളിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ലക്ഷ്യങ്ങൾ നശിപ്പിക്കാനും കഴിയുമെന്ന് സൈനിക വക്താവ് വെയ്ഡോങ്സു വിശദീകരിക്കുന്നു. YJ-90, YJ-20 പോലുള്ള മറ്റു കപ്പൽവേധ മിസൈലുകളുമായി സംയോജിപ്പിക്കുമ്പോൾ മേഖലയിൽ എവിടെയും US വിമാനവാഹിനി കപ്പലുകൾ ഈ മിസൈലുകൾക്ക് മുന്നിൽ ദുർബലമാണെന്ന സന്ദേശം നൽകുന്നു. 99B ടാങ്ക്
സൈനിക പരേഡിൽ പ്രദർശിപ്പിച്ച മിസൈലുകൾക്ക് പുറമെ ചൈന തങ്ങളുടെ ടാങ്കുകളും 99B ടാങ്കുകൾ പോലുള്ള മറ്റ് സൈനിക ഹാർഡ്വെയറുകളും പ്രദർശിപ്പിച്ചു. ചൈനയുടെ 3ാം തലമുറ ടാങ്കുകളുടെ ഏറ്റവും പുതിയ വകഭേദമായ ഇതിൽ 2 APS പ്രൊജക്ടൈൽ ലോഞ്ചറുകളും 4 APS ഫയർ കൺട്രോൾ റഡാറുകളും ഉൾപ്പെടുന്ന നൂതന GLXS APS സംവിധാനങ്ങളുണ്ട്. ഇമാസിൻ്റെ ചൈന പതിപ്പ് പ്രദർശിപ്പിച്ചു. US-ന്റെ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം ഹിമാസ് അതിപ്പോൾ ചൈനയ്ക്കും അതുപോലുള്ള സ്വന്തമായി ഒരെണ്ണമുണ്ട്. അതിനുള്ളൊരു ഉത്തരം ചൈനയും കണ്ടെത്തിയിട്ടുണ്ട്. PHL-16 ട്രക്കിൽ ഘടിപ്പിച്ച സെൽഫ് പ്രൊപ്പൽഡ് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറായ PHL-16 ചൈനീസ് ഗ്രൗണ്ട് അധിഷ്ഠിത ആയുധ നിർമ്മാതാക്കളായ നോറിൻഗോ വികസിപ്പിച്ചെടുത്തതാണ്. PL-16 ഏകദേശം 12 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും 3 മീറ്റർ ഉയരവുമുണ്ട്. 8 ബാരലുകളാണ് അതിനുള്ളത്. 3 ക്രൂ അംഗങ്ങൾ അത് പ്രവർത്തിപ്പിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശാലമായ ഒരു പ്രദേശത്ത് വലിയ അളവിൽ ഫയർ പവർ നൽകാൻ കഴിയുന്നതിനാൽ ശത്രു സ്ഥാനങ്ങൾ നശിപ്പിക്കുന്നതിനും വാഹനങ്ങളുടെയോ കാലാൾപ്പടയുടെയോ കേന്ദ്രീകരണങ്ങൾ നശിപ്പിക്കുന്നതിനും കോട്ടകൾ തകർക്കുന്നതിനും PHL-16 ഫലപ്രദമാകുമെന്നതിനാൽ കരസേനയ്ക്ക് ഇതൊരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു. റോക്കറ്റ് മിസൈൽ കോൺഫിഗറേഷനുകൾക്കിടയിൽ ഉടനടി മാറുന്നതിന് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ച് വിവിധ ദൗത്യങ്ങളുടെ ആവശ്യകതയുമായി പൊരുത്തപ്പെടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അതിൻ്റെ മോഡുലാർ വിക്ഷേപണ സംവിധാനമാണ് PL-16 വ്യത്യസ്തമാക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധകള സാഹചര്യങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ ക്രൂവിനെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 130 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 300 mm റോക്കറ്റുകളും 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 370 mm റോക്കറ്റുകളും 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 750 mm ഫയർ ഡ്രാഗൺ 480 ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള കൂടുതൽ നൂതനവും വലുതുമായ റോക്കറ്റുകളും ഉൾപ്പെടെ വിവിധ തരം ആയുധങ്ങൾ PHL-16 വിക്ഷേപിക്കാൻ കഴിയുമെന്ന് PLA റിപ്പോർട്ട് പറയുന്നു. ലേസർ ആയുധങ്ങൾ. പരേഡിൽ ചൈന കുറഞ്ഞത് 2 തരം വ്യോമ പ്രതിരോധ ലേസർ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു. അതിൽ യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിക്കുമെന്ന് സർക്കാർ മാധ്യമം പറഞ്ഞ ഒരു വലിയ ലേസർ ആയുധം ഉൾപ്പെടുന്നു. ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നവയാണ് ലേസറുകൾ. ഇതിൽ ഉയർന്ന പവറുള്ള മൈക്രോവേവ് സിസ്റ്റങ്ങളും ഉൾപ്പെടും. കൈനറ്റിക് കില്ലിനായി പ്രൊജക്ടൈലുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ ആയുധങ്ങൾ താപം, ആന്തരിക വൈദ്യുത സംവിധാനങ്ങളുടെ തടസ്സം, ഒപ്റ്റിക്സ് റഡാർ പോലുള്ള സെൻസറുകളുടെ അന്ധത എന്നിവയിലൂടെ ലക്ഷ്യത്തെ പ്രവർത്തനരഹിതമാക്കാൻ വൈദ്യുത കാന്തിക ഊർജത്തെ ആശ്രയിക്കുന്നു. ഡ്രോണുകളുടെ കാര്യത്തിൽ ചൈനയുടെ സാങ്കേതിക പുരോഗതിയും ചൈനീസ് സൈനിക പരേഡിൽ പ്രദർശിപ്പിച്ചു. 2 വലിപ്പമുള്ള അണ്ടർസീ ഡ്രോണുകൾ പരേഡിൽ അരങ്ങേറ്റം കുറിച്ചു. ഇതിൽ ആദ്യത്തേത് AJX-002 എന്ന് ലേബൽ ചെയ്തിരിക്കുന്നതിനാൽ ഏകദേശം 18 മീറ്റർ മുതൽ 20 മീറ്റർ വരെ നീളവും 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വ്യാസവുമുണ്ട്. ഇത് വെള്ളത്തിനടിയിലൂടെയുള്ള ആണവശേഷിയുള്ള ഡ്രോൺ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ചൈനീസ് സൈനിക പരേഡിലും GJ-11 പ്രത്യക്ഷപ്പെട്ടു. കൃത്യമായ ആക്രമണങ്ങൾക്കും വ്യോമ നിരീക്ഷണ ദൗത്യങ്ങൾക്കുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആളില്ല ആകാശ യുദ്ധവാഹനമായ GJ-11 വിശ്വസ്ത വിങ്മാൻ എന്നും അറിയപ്പെടുന്നു. ഒരു സെൻസറായും ആമുനേഷൻ സംഭരണശാലയായും പൈലറ്റുമാർക്ക് ബുദ്ധിമാനായ ഒരു സഹായിയായും ഈ ഡ്രോൺ പ്രവർത്തിക്കുന്നു എന്ന് GJ-11 ചീഫ് ഡിസൈനർ ഡെങ് ഷുവായ് ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞു. ഒരു സായുധ അംഗരക്ഷകനെ പോലെ ക്രൂ വിമാനങ്ങൾക്കൊപ്പം പറന്നതിനാലാണ് ഇതിന് വിശ്വസ്ത വിങ്മാൻ എന്ന പേര് ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ റോബോട്ട് നായ്ക്കളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചൈന പരേഡിൽ റോബോട്ട് നായ്ക്കളെ അവതരിപ്പിച്ചു. ഈ യന്ത്രങ്ങൾക്ക് മുൻനിര നിരീക്ഷണം നടത്താനും സാധനങ്ങൾ എത്തിക്കാനും ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനും കഴിയുമെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു. മുൻകാല റോബോട്ട് നായ്ക്കളിൽ നിന്ന് നവീകരിച്ചതാണ് റോബോട്ട് ചെന്നായ്ക്കളെന്നും യുദ്ധത്തിലെ മരണങ്ങൾ കുറയ്ക്കുന്നതിന് ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ മനുഷ്യ സൈനികരെ മാറ്റി സ്ഥാപിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നും ചൈനീസ് മാധ്യമമായ CCTV പറഞ്ഞു. മൊത്തത്തിൽ ഇന്നത്തെ പരേഡ് ലോകത്തിന്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കൊരു സന്ദേശം നൽകുന്നു. സൈനിക ശക്തിയുടെ കാര്യത്തിൽ ചൈന അതിൻ്റെ എതിരാളികളെക്കാൾ വളരെ മുന്നിലാണെന്ന സന്ദേശം.